അപ്പോൾ ഇത് നമ്മുടെ ഷോറൂമിലെ അടുത്ത പ്രോജക്റ്റാണ് മെർസിഡീസ് ബെൻസിൻ്റെ C220 ഫുൾ ബോഡി ഗ്രഫൈൻ കോട്ടിങ്ങിനായിട്ടാണ് ഈ ഒരു വാഹനം നമ്മുടെ ഷോറൂമിൽ എത്തിയിട്ടുള്ളത്. ആക്ച്വലി നിങ്ങളിപ്പോൾ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടെ പെയിൻ്റൊക്കെ തന്നെ കട്ടായതുപോലത്തെ ഒരു ഫീല് വരുന്നുണ്ട്. അത് ആക്ച്വലി റീപെയിൻറ്റിങ്ങിന് ശേഷം ബോഡി കട്ട് ചെയ്തിട്ടേക്കുകയാണ്. നമ്മൾ ആക്ച്വലി നാളെ തൊട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് വാഹനത്തിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇതിൻ്റെ ബോണറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ വാട്ടർ സ്പോട്ട് വീണിട്ടുണ്ട്. അത് വളരെ ഹാർഡായിട്ടാണ് വീണിട്ടുള്ളത്. അത് വാഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഷാമ്പൂ വാഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ടോ ഒന്നും തന്നെ മാറുന്ന രീതിയിലുള്ള വാട്ടർ സ്പോട്ടുകളല്ല. ഡീപ്പായിട്ട് പെയിൻറ്റ് കറക്ഷൻ ചെയ്താൽ മാത്രമേ മാറത്തുള്ളൂ. അത് ബോണറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനും സാധിക്കുന്നുണ്ട്. ഇതിന് പുറമെ ഈ ഒരു വാഹനത്തിൽ അറൗണ്ട് ഒരു 8 പീസോളം നമുക്ക് റീപെയിൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സ്ക്രാച്ചസ് ഒക്കെ കൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് മേജർ അങ്ങനെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മളതെല്ലാം ഒരുമിച്ചൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് പുറമെ ഈ വാഹനത്തിൽ ഉണ്ട് ഒരു ഡാമേജ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളർ സ്പോട്ടിങ്. അത് ആക്ച്വലി ഈ ഒരു വാഹനത്തിൻ്റെ റൂഫിലൊക്കെ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് ഈ കാണുന്നുണ്ടോ, ഈ ഒരു വൈറ്റ് കളർ സ്പോട്ടിങ് ഈ റൂഫിലൊക്കെ തന്നെ നല്ല രീതിയിൽ വീണിട്ടുണ്ട്. റൂഫിൽ മാത്രമല്ല, നേരെ താഴോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ബൂട്ട് ലിഡിൻ്റെ ഡോറിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതേ ഒരു വൈറ്റ് കളർ സ്പോട്ടിങ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ബൂട്ട് ലിഡും കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ സ്പോട്ടും കറകളും സ്ക്രാച്ചസും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റി വാഹനത്തിൻ്റെ ഒരു ഷോറൂം കണ്ടീഷനിൽ ഇറക്കണമെന്നുള്ളത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് ആണ്. നമ്മുടെ കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻ 100% അല്ലെങ്കിൽ 200% ഓണർ ചെയ്തിട്ട് മാത്രമായിരിക്കും ഈ ഒരു വാഹനം നമ്മുടെ ഷോറൂമിൽ നിന്ന് ഡെലിവറി പോകാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പ്രസൻറ്റ് കണ്ടീഷൻ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ഒരു വർക്ക് കഴിയുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയറിലും അത്യാവശ്യം ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ സീറ്റ്സിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെയിൻസ് വീണിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ പുഷ് ബട്ടണിൻ്റെ സൈഡിലൊക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ട് സ്റ്റെയിൻസ് വീണിട്ടുണ്ട്. ഡോർ പാഡ്സ് ഒക്കെ തന്നെ ബീച്ച് കളർ ആയതുകൊണ്ട് അതിലെയും സ്റ്റെയിൻസ് എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് ഒരു ഫ്രഷ് ലുക്കിലോട്ട് വാഹനത്തിനെ റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത് ഡോർ പാഡ് ബാക്ക് സൈഡിലും സെയിം തന്നെയാണ് അവസ്ഥ. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെയിൻസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രസൻറ്റ് ലുക്ക് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇതിൻ്റെ ഫൈനൽ ഔട്ട് എന്തായാലും വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.